മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. കുരിശ് വഹിച്ച് പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ. പരിശുദ്ധ സിംഹാസനത്തിൽ സേവനമനുഷ്ഠിക്കുന്നവർക്കായുള്ള ജൂബിലി ആഘോഷം 2025 ജൂൺ 9 നടത്തപ്പെട്ടു. ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് വത്തിക്കാനിലെ പോൾ 6 ശാലയിൽ നിന്നാണ് വിശ്വാസികളിൽ ഒരുവനായി ലിയോ 14 മാർപ്പാപ്പ കുരിശ് വഹിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്തിയത്. ചത്തുരത്തിലൂടെ കടന്നുപോയ തീർത്ഥാടനം തുടർന്ന് അൽത്താരയിൽ എത്തിച്ചേർന്നതിന് ശേഷം മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കർദിനാളുമാർ, ബിഷപ്പുമാർ, പുരോഹിതന്മാർ, സന്യസ്തർ, അൽമായർ എന്നിവർ തീർത്ഥാടനത്തിൽ പങ്കാളികളായി. 2024 മെയ് 9 ഫ്രാൻസിസ് പാപ്പ നൽകിയ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പേപ്പൽ ബൂള വഴിയാണ് ഔപചാരികമായി 2025 ജൂബിലി വർഷം പ്രഖ്യാപിച്ചത്. 2024 ഡിസംബർ 24 മുതൽ 2026 ജനുവരി 6 വരെയാണ് സഭ ജൂബിലി വർഷമായി ആചരിക്കുന്നത്. അഹമ്മദാബാദ് ദുരന്തത്തിൽ ഹൃദയപൂർവ്വമായ അനുശോചനം അറിയിച്ച് പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ. അഹമ്മദാബാദിൽ ജൂൺ 12 വിമാനാപകടത്തിൽ അനുശോചനവും പ്രാർത്ഥനയുമായി പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ. ദുരന്തത്തിൽ താൻ വളരെയധികം ദുഃഖിതനാണെന്നും അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം അനുശോചനം അറിയിക്കുന്നതായും ലിയോ 14 മാർപ്പാപ്പ അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. മരിച്ചവരുടെ ആത്മാക്കളെ സർവശക്തന്റെ കാരുണ്യത്തിന് സമർപ്പിക്കുകയാണെന്നും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയാണെന്നും ലിയോ പാപ്പയ്ക്ക് വേണ്ടി കർദിനാൾ സ്റ്റേറ്റ് സെക്രട്ടറി പിയട്രോ പെരോളിൻ സന്ദേശത്തിൽ അറിയിച്ചു. ജലന്ധർ രൂപതയ്ക്ക് പുതിയ അധ്യക്ഷൻ. പഞ്ചാബിലെ ജലന്ധർ രൂപതയുടെ പുതിയ അധ്യക്ഷനായി ഫാദർ ഡോക്ടർ ജോ സെബാസ്റ്റ്യൻ തെക്കുംചേരി കുന്നേലിനെ ജൂൺ 7 പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ നിയമിച്ചു. കോട്ടയം കാളക്കെട്ടി സ്വദേശിയായ അദ്ദേഹം നിലവിൽ ജലന്ധർ രൂപതയിലെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുകയായിരുന്നു. റോമിലെ ഉർബനിയാന പൊണ്ടിഫിക്കൽ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ബിരുദവും ലൈസൻസ് ഷീറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇടവക വികാരി, സെമിനാരി അധ്യാപകൻ, വിദ്യാലയ മേധാവി, ജലന്ധർ രൂപത കോടതി അംഗം തുടങ്ങിയ വിവിധ മേഖലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2007 മുതൽ 2020 വരെ അദ്ദേഹം രൂപതയുടെ ചാൻസലറും ജുഡീഷ്യൽ വികാരിയുമായിരുന്നു. സംസ്ഥാന സർക്കാർ തുടരുന്നത് അപകടകരമായ മദ്യനയം. KCBC മദ്യവിരുദ്ധ സമിതി. KCBC മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന നേതൃസമ്മേളനം ജൂൺ 8 പാലാരിവട്ടം POCയിൽ വെച്ച് നടത്തപ്പെട്ടു. മദ്യവിരുദ്ധ സമിതി ജനറൽ സെക്രട്ടറി ഫാദർ ജോൺ അരീക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം മദ്യവിരുദ്ധ സമിതി ചെയർമാൻ അഭിവന്യ യൂഹാനോൻ മാർ തേഡേഷ്യസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സർക്കാർ മദ്യശാലകളോട് ഉദാര സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരള കത്തോലിക്ക സഭയുടെ ആഹ്വാനമനുസരിച്ച് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അസംബ്ലി സന്ദേശങ്ങളും നൽകും. സംസ്ഥാനതല ഉദ്ഘാടനം 25 തൃശൂരിൽ വെച്ച് നടത്തപ്പെടും. സന്ദർശിച്ചു. അമേരിക്ക കാനഡ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ഫിലിപ്പോസ് മാർ സ്തേഫാനോസ് മെത്രാപ്പൊലീത്തായും ഡിട്രോയിറ്റിൽ സേവനമനുഷ്ഠിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വൈദികനായ ഫാദർ പത്രോസ് പനുവേൽ എന്നിവർ മാർച്ച് 18 സ്ഥാനാരോഹിതനായ ഡിട്രോയിറ്റ് ആർച്ച് ബിഷപ്പ് എഡ്വേർഡ് വെയ്സൻബർഗിനെ സന്ദർശിച്ചു. ജൂൺ 3 അഭിമന്യ ഫിലിപ്പോസ് മാർ സ്തേഫാനോസ് മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് എഡ്വേർഡ് വെയ്സൻബർഗിനെ സന്ദർശിച്ചത്. കിഴക്കൻ ലാറ്റിൻ കത്തോലിക്ക പാരമ്പര്യങ്ങൾക്കിടയിൽ വളർന്നുവരുന്ന ഐക്യത്തെയും വടക്കേ അമേരിക്കയിലെ കൂട്ടായ്മയുടെ ബന്ധങ്ങളെയും കൂടുതൽ ആഴത്തിലാക്കുക എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തപ്പെട്ടു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് സ്കൂളിൽ വെച്ച് ജൂൺ 13 ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തപ്പെട്ടു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M സത്യൻ അധ്യക്ഷനായ പരിപാടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വലിയ വീട്ടിൽ സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ അരുൺ B നായർ, C രാമസ്വാമി ചെട്ടിയാർ എന്നിവർ രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ലഹരിയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാം, മനസ്സും ആസക്തികളും എന്നീ പുസ്തകങ്ങൾ ശ്രീ V ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. തുടർന്ന് മെഡിക്കൽ കോളേജ് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഐറിൻ മേരി, ലഹരി വിരുദ്ധ പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ ശ്രീ രാമസ്വാമി ചെട്ടിയാർ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി.
ജൂനിയർ പ്രീസ്റ്റ് മീറ്റ് നടത്തപ്പെട്ടു. വൈദിക ശുശ്രൂഷയിൽ 10 വർഷത്തിൽ താഴെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും പരിശീലന കളരി ജൂൺ 10, 11 തീയതികളിലായി ബത്തേരി ധർമ്മപീഠം ബിഷപ്സ് ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്തായുടെ ആമുഖ സന്ദേശത്തോടുകൂടി ആരംഭിച്ച യോഗത്തിൽ 21 വൈദികർ പങ്കെടുത്തു. പ്രൊഫസർ ഡോക്ടർ തോമസ് കുട്ടി അഞ്ചൽ, ഫാദർ ഡോക്ടർ ജോൺസൺ പുതുശ്ശേരി CST എന്നിവർ ക്ലാസുകൾക്കും ചർച്ചകൾക്കും നേതൃത്വം നൽകി. അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്തായുടെ സമാപന സന്ദേശത്തോടുകൂടി യോഗം സമാപിച്ചു. പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. മലങ്കര കാത്തലിക് അസോസിയേഷൻ തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സമിതിയുടെ നേതൃത്വത്തിൽ കഴക്കൂട്ടം വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിന ആഘോഷം ജൂൺ 8 കുറ്റ്യാണി സെയിന്റ് പോൾസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. MCA മേജർ അതിഭദ്രാസന പ്രസിഡന്റ് ശ്രീ റെജിമോൻ വർഗീസിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് AA റഹീം MP ഉദ്ഘാടനം ചെയ്തു. മേജർ അതിഭദ്രാസന വൈദിക ഉപദേഷ്ടാവ് ഫാദർ ഗീവർഗീസ് നെടിയത്രമ്പാൻ അനുഗ്രഹ പ്രഭാഷണവും കഴക്കൂട്ടം ജില്ലാ വൈദിക ഉപദേഷ്ടാവ് ഫാദർ ജോബിൻ ജേക്കബ് കറുകയിൽ ആമുഖ പ്രഭാഷണവും നടത്തി. പങ്കെടുത്ത 300 പേർക്ക് വെമ്പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന ജെയിൻ വൃക്ഷത്തൈ വിതരണം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് MCYM തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെയും മണ്ണാർപ്പാറ വനം വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂൺ 7 പരിസ്ഥിതി ദിനാഘോഷം നടത്തപ്പെട്ടു. പുനലൂർ സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര പുനലൂർ വൈദിക ജില്ലാ ഡയറക്ടർ ഫാദർ സിറിൽ മാവിലഴികത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ചെമ്പനരുവി ദേവാലയത്തിൽ എത്തിച്ചേരുകയും മേജർ അതിഭദ്രാസന MCYM പ്രസിഡന്റ് ശ്രീ സിജോ C ജോസഫിന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം നടത്തുകയും ചെയ്തു. പ്രകൃതിയെ സ്നേഹിക്കേണ്ടതിന്റെയും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ ശ്രീകാന്ത് ക്ലാസ് നയിച്ചു. തുടർന്ന് വാർഡ് മെമ്പർ ശ്രീമതി S ബിന്ദു വൃക്ഷത്തെ നടുകയും പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.